ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റിയൽ മലയാളത്തിൻ്റെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ RRB ഗ്രൂപ്പ് ഡി എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണായിരിക്കും. ഇത് നമ്മുടെ ടെലഗ്രാം ചാനലുകളും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പുതിയ നോട്ടീസാണ്. ഇതെന്താണ് പറയുന്നത്? നമ്മുടെ RRBയിലെ പ്രധാനപ്പെട്ട RRBകളിലുള്ള ഗ്രൂപ്പ് ഡിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള നമ്പർ ഓഫ് അപ്ലിക്കൻസിൻ്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ അപ്ലിക്കൻസിൻ്റെ എണ്ണം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ടോട്ടൽ അപ്ലിക്കൻസ് ഇത് 16 RRBകളിലുള്ള ആളുകൾ എത്ര കുട്ടികൾ വീതം ഏതൊക്കെ കാറ്റഗറിയിൽ എത്ര കുട്ടികൾ വീതം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെന്നൈ ഉണ്ട്. ചെന്നൈയിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇത്ര ആളുകൾ 1,63,000 ആളുകളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. SC കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 2,93,000 ആളുകളാണ്. ST കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 66,000 ആളുകളാണ്. OBC കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് 54,000 ആളുകളാണ്. EWS എന്ന് പറയുന്നത് 48,000 ആളുകളാണ്. അങ്ങനെ ഓൾ ടുഗെദർ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഒരു വലിയ എമൗണ്ട് ആണ്. നിങ്ങൾ നോക്കി നോക്കുക. 11,12,922 ആളുകളാണ് എവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്? ചെന്നൈയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഏകദേശം 1,08,00,000 ആളുകളാണ് ആകെ തുക ഗ്രൂപ്പ് ഡിയിൽ അപ്ലിക്കൻസ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഈ ഒരു ഡാറ്റ നമ്മുടെ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് ഇതുവരെ RRB പുറത്ത് വിട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ ടെലഗ്രാം ചാനലുകളിലും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറയുന്ന അല്ലെങ്കിൽ പൊതുവെ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു നോട്ടീസാണിത്. ഈ നോട്ടീസ് പ്രകാരം 1,08,00,000 ആളുകളാണ് RRB ഗ്രൂപ്പ് ഡി പരീക്ഷ അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും ടെൻഷനായി കാണുമോ? ഇത്രയും ആളുകൾ അപ്ലൈ ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ കൂടെ മത്സരിച്ചുകൊണ്ടാണോ ഞാൻ ഈ പരീക്ഷ എഴുതേണ്ടത് എന്നൊരു തോന്നൽ നിങ്ങളുടെ പലരുടെയും മനസ്സിലേക്ക് ഇതിനോടകം തന്നെ വന്നു കാണിയിരിക്കും. അപ്പോൾ അവരുടെ മുന്നിലേക്ക് ഞാൻ വെച്ച് നീട്ടുന്നത് ഇതിന് മുന്നേ RRB ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്ത സമയത്തുള്ള ഒരു സിനാരിയോ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2 സ്നിപ്പുകളാണ് നിങ്ങളുടെ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. ഇത് 2018 നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട സമയത്തുള്ള സിനാരിയോ ആണ്. അവിടെ എന്താണ് പറയുന്നത്? 2018 എക്സാം കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് 1,89,82,719 ആളുകൾ, അഥവാ അപ്രോക്സിമേറ്റ്ലി 1.9 കോടി ആളുകളാണ്, അല്ലെങ്കിൽ 1,90,00,000 ആളുകളാണ് എന്ത് ചെയ്തിരുന്നത്? 2018 പരീക്ഷ നടത്തുന്ന സമയത്ത് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നത് എത്ര ആളുകളാണ്? 1,89,00,000 അല്ലെങ്കിൽ 1,90,00,000 ആളുകൾ. അന്നത്തെ ഒഴിവെന്ന് പറയുന്ന അപ്രോക്സിമേറ്റ്ലി 63,000 ആയിരുന്നു. 63,000 ഒഴിവുകൾക്ക് വേണ്ടിയിട്ടാണ് എത്ര ആളുകൾ അപ്ലൈ ചെയ്തിരുന്നത്? 1,89,00,000 ആളുകൾ അപ്ലൈ ചെയ്തിരുന്നത്. ഇതാണ് 2018 സിനാരിയോ എന്ന് പറഞ്ഞാൽ. 2019 സിനാരിയോ എടുത്ത് നോക്കുക. 2019 സിനാരിയോയിൽ അവർ പറയുന്നത് വേക്കൻസി അന്ന് 1,00,000 വേക്കൻസി ഉണ്ടായിരുന്നു. 2019 1,00,000-ൽ പരം വേക്കൻസി ഉണ്ടായിരുന്നു. അതിലേക്ക് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എത്ര ആളുകളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? 1,11,00,000. 1,11,00,000 ആളുകളാണ് ഇതിന് മുന്നേ 2019 നോട്ടിഫിക്കേഷൻ ഇട്ടപ്പം അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? 2024 നമ്മൾ എത്തി നിൽക്കുന്നത്. വേക്കൻസി നമുക്കറിയാം 32,000 ഇതിലേക്ക് അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് 1,08,00,000 ആളുകളെന്ന്, അല്ലേ? അപ്പോൾ ഇതിന് മുന്നേ ഉള്ള എക്സാംസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. 2019 സിനാരിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം വേക്കൻസിനെ വെച്ച് നോക്കുമ്പോൾ അപ്ലിക്കൻസിൻ്റെ എണ്ണം ഭയങ്കര കൂടുതലാണ് ഈ വർഷം 2024. അതേസമയം നിങ്ങൾ നമ്മുടെ 2018 സിനാരിയോ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 63,000 ഒഴിവുകൾക്ക് ഏകദേശം 2 കോടിയോളം ആളുകൾ അല്ലെങ്കിൽ 1,90,00,000 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സീറ്റിന് ഏകദേശം 300-ൽ പരം ആളുകൾ മത്സരിച്ചിരുന്ന ഒരു സമയമാണ് 2018. ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോഴും ഒരു സീറ്റിന് 300-ൽ പരം ആളുകൾ മത്സരിക്കുന്ന ഒരു സിനാരിയോയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന ഒരു എക്സാം. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, 10th യോഗ്യതയുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 10th ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ITI ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് നടക്കുന്നുണ്ട്. അതിന് അവർ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ തീർപ്പ് കൽപ്പിക്കുക എന്തോ ആയിക്കോട്ടെ. ഇപ്പം നിലവിലെ നോട്ടിഫിക്കേഷൻ ഇട്ടിരിക്കുന്ന പ്രകാരം നമുക്കറിയാം 10ാം ക്ലാസ്സാണ് മിനിമം യോഗ്യത. 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾ എല്ലാവരും അപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയധികം അപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ കോമ്പറ്റീഷൻ കൂടി എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ഇതിന് മുന്നേയും ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാരണം നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? ബാക്കോട്ട് അടിക്കരുത്. ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത ആളുകളുണ്ട്. എക്സാമിന് ഈ പറഞ്ഞ പോലെ യോഗ്യതയൊക്കെ തീരുമാനമാക്കിയിട്ട് പഠിക്കാമെന്നാണ് നിങ്ങളെ ഭാവമെന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോഴെങ്കിലും
നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സീറ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു സീറ്റിന് 300 പേര് നിങ്ങളുടെ കൂടെ തന്നെ മത്സരിക്കാനുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി ഇനിയും പഠിച്ചു തുടങ്ങാത്തവർ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. എക്സാം നമുക്ക് എന്ന് ഡേറ്റ് വന്നാലും, ഇപ്പം നാളെ എക്സാം എഴുതേണ്ടി വന്നാലും നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ആ രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ വേണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാവാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം.